അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ്, ബ്രെഡ് സാൻഡ്വിച്ച്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ അത് ഞാനല്ല തയ്യാറാക്കണേ, എൻ്റെ മോളാണ് തയ്യാറാക്കണേ കേട്ടോ. അത് എനിക്ക് കണ്ടപ്പോൾ കുറച്ചൊരു വെറൈറ്റി പോലെ തോന്നി. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ്, നന്നാവോ എങ്ങനെയാണ്. നന്നാവുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലുള്ള കുട്ടികൾക്ക് ടിഫിനൊക്കെ ആയിട്ട് ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും. നല്ല കളർഫുള്ളായിട്ടുള്ള സാൻഡ്വിച്ച് ഇങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. മിക്സിയിലെ ചെറിയ ബൗൾ എടുക്കുക കേട്ടോ. നമ്മുടെ ചമ്മന്തിയൊക്കെ അരക്കില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാകത്തിനുള്ള ആ ബൗൾ എടുക്കുക. അതിലേക്ക് പുതിനയില, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, ഒരു 2 വെളുത്തുള്ളിയും, കുറച്ച് ബട്ടറും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് മുട്ട ഇടുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ 2 ബ്രെഡിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്രീൻ കളറ് പച്ചമുളകിൻ്റെ എരിവിൻ്റെ മാത്രമല്ല, കറിവേപ്പിലയുടെയും അതുപോലെ പുതിനയിലയും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് കുട്ടികൾക്കാണെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ പൊട്ടിച്ച് ഉപ്പായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ കമിഴ്ത്തി ഇടുക. പിന്നെ ഈ മുട്ട അങ്ങനെ തന്നെ ഒന്ന് മറിച്ചിടാം കേട്ടോ. ഇത് എൻ്റെ മോളാണ് ചെയ്യണത്. അവൾ ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കണം കേട്ടോ. അവളൊരു സ്ഥലത്ത് ഇത് പോയപ്പോൾ കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ട് തോന്നിയിട്ടും ഉണ്ടാക്കുന്നതാണ്, തയ്യാറാക്കുന്നത് അവൾ. മറിച്ചിട്ടതിന് ശേഷം ആ ബ്രെഡിൻ്റെ അത്ര പോകുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ, 4 സൈഡിൽ നിന്ന് മുട്ട. പിന്നെ അതിൻ്റെ മുകളിൽ ചെറുതായി അരിഞ്ഞ നമ്മുടെ സവോള വയ്ക്കുക കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചീസിൻ്റെ ഷീറ്റൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം വേറൊരു ബ്രെഡും കൂടി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും ഒന്ന് അങ്ങനെ തന്നെ ഇങ്ങനെ മറയ്ക്കുക. ഈ സമയത്തൊക്കെ ബ്രെഡ് ബട്ടറൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞങ്ങളധികം അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ സാൻഡ്വിച്ച് തയ്യാറാക്കുമ്പോൾ വീറ്റ് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയാൽ നന്നായിരിക്കും കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കോർണർ വൈസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. കത്തീനെ നോക്കണ്ട, കത്തി ക്ലീനാണ്. അത് കപ്പ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കത്തി എടുത്തുകൊണ്ട് വന്നതാണ്. അതാണ് കത്തിമ കളറൊക്കെ കേട്ടോ. പിന്നെ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിടർത്തിയപ്പോൾ എന്ത് രസമാണ് കാണാൻ. രസം മാത്രമല്ല കേട്ടോ, കാണാനുള്ള ഒരു ഭംഗി മാത്രമല്ല ഉണ്ടായിരുന്നേ, ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ. നല്ല ഇഷ്ടമാവും കഴിക്കാനായിട്ട്. പിന്നെ എരിവും ഉപ്പൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ.